ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അതുപോലെ വിവിധ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2023 നല്ലൊരു വർഷമായി മാറട്ടെ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പുതിയ തീരുമാനങ്ങൾ നിങ്ങൾ ഓരോ വർഷങ്ങൾ എടുക്കുമ്പോൾ ഓരോ വർഷം നിങ്ങൾ എടുക്കാറുണ്ട്. അതുപോലെ ഈ ഒരു വർഷം നിങ്ങളൊരു പുതിയ തീരുമാനം എടുക്കാം. ഏതെങ്കിലും ഒരു കേരള PSCയുടെ ടെക്നിക്കൽ എക്സാംസിൻ്റെ ലിസ്റ്റിൽ ഞാൻ ഉണ്ടാവും എന്നുള്ള ഒരു പുതിയ തീരുമാനം, അല്ലെങ്കിൽ ആ ഒരു എക്സാം ഞാൻ ക്വാളിഫൈഡ് ആവും എന്നുള്ളൊരു പുതിയ ഡിസിഷനോട് കൂടി തന്നെ നിങ്ങളുടെ ഈ ഒരു വർഷം നിങ്ങൾ ആരംഭിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതുവർഷമായിട്ട് നമുക്ക് കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. നല്ല വേക്കൻസി ഉള്ള കുറേ പോസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ്. ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും സിവിലും മെക്കും കമ്പ്യൂട്ടറും IT എല്ലാ ട്രേഡുകാർക്കും പറ്റുന്ന കുറേ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള വേക്കൻസീസുമുള്ള പോസ്റ്റാണ്. നമുക്കറിയാം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓൾറെഡി ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സിൻ്റെ. അതുപോലെ തന്നെ ഇലക്ട്രിക്കലിൻ്റെ വിളിച്ചിട്ടുണ്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. നല്ലൊരു പോസ്റ്റാണ്. വേക്കൻസീസ് 31 ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ നോക്കൂ, 41 to 87K വരെ വരുന്നുണ്ട്. നല്ല സ്കെയിൽ ഓഫ് പേയും നല്ല നമ്പർ ഓഫ് വേക്കൻസിയും ഉണ്ട്. നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഡെമോൺസ്ട്രേറ്ററൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ബേസിക്സ് നിങ്ങളുടെ സിലബസിൽ ബേസിക്സ് വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് വൈസ് ആയിട്ടുള്ള ഇലക്ട്രിക്കലായിട്ട് ട്രേഡ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സിലബസിൽ ഇൻക്ലൂഡ് ആവുക. എനിവേ നമ്മൾ ട്രേഡ് വൈസ് ഉള്ള ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏജ് ലിമിറ്റ് വന്നിട്ട് 18 to 36 ആണ്. ലാസ്റ്റ് ഡേറ്റ് 1/2/2023 ആണ്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അതുപോലെ BTech ഇലക്ട്രിക്കൽ ഇവർക്കെല്ലാം ഇക്വലൻ്റ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഓക്കെ, അടുത്ത് വരുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാർക്കും വിളിച്ചിട്ടുണ്ട്. അത് 54 വേക്കൻസിയാണ്. കാറ്റഗറി നമ്പർ 676/2022 ആണ്. ലാസ്റ്റ് ഡേറ്റ് 1/2 ആണ്. ക്വാളിഫിക്കേഷൻസ് ഡിപ്ലോമ മെക്കാനിക്കൽ അതുപോലെ BTech മെക്കാനിക്കൽ ഉള്ളവർക്കെല്ലാം ഇത് ഇക്വലൻ്റ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് വരുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. ഒരു വേക്കൻസിയാണ്. സ്കെയിൽ ഓഫ് പേ നോക്കൂ, 26 to 81. അപ്പോൾ ഇതിന് നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ വേണം കേട്ടോ. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അതുപോലെ 3 years എക്സ്പീരിയൻസ് ഇൻ relevant field in a government or public sector under registered പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ്. ഓക്കെ, എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് പോസ്റ്റ് IT ഓഫീസറാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഒരെണ്ണമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻ വന്നിട്ട് BTech BE ഇൻഫർമേഷൻ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടല്ലോ, 3 years എക്സ്പീരിയൻസ് വേണം. അടുത്ത് നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 2 സിവിലാണ്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 521/2022. നമ്പർ ഓഫ് വേക്കൻസീസ് 4 ആണ്. ഏജ് ലിമിറ്റ് 18 to 36. ക്വാളിഫിക്കേഷൻസ് 3 years ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ. അപ്പോൾ ഇതൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പോസ്റ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഒരു വേക്കൻസിയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു പോസ്റ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. കാറ്റഗറി നമ്പർ 494/2022 ആണ്. 4/1/2023 ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, അപ്പം സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സുകാർക്ക് എല്ലാം തന്നെ ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്ന ഒരു പോസ്റ്റാണ് 3rd ഗ്രേഡ് ഓവർസർ അല്ലെങ്കിൽ ട്രേസർ സിവിൽ. ആൻറ്റിസിപ്പേറ്റഡ് ആണ് വേക്കൻസി വരുന്നത്. ഇതും നമ്മുടെ സിവിൽ ഡിപ്ലോമ സിവിൽ അതുപോലെ ഡിപ്ലോമ BTech സിവിലൊക്കെ ഇക്വലൻ്റ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ITA സിവിൽ പഠിച്ചവർക്കൊക്കെ പറ്റും. പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിളിച്ചിട്ടുണ്ട്. 17 ആണ് വേക്കൻസി വരുന്നത് കമ്പ്യൂട്ടർ. ഓക്കെ, കാറ്റഗറി നമ്പർ 680/2022 ആണ്. ഓക്കെ, 18 to 36 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ BTech അവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡിപ്ലോമ ഡെമോൺസ്ട്രേറ്റർ ഇൻ സിവിലാണ്. അത് 36 വേക്കൻസിയാണ്. 18 to 36 വയസ്സ് വരെ ഡിപ്ലോമ BTech സിവിൽ ഇവർക്കെല്ലാം തന്നെ ഈ ഒരു പോസ്റ്റും അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് സർവേയർ ഗ്രേഡ് 2. ഇത് നമ്മുടെ സിവിലുകാർക്കുള്ളൊരു പോസ്റ്റാണ്. 65 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 18 to 36 ആണ്. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കുക, ITA സർവേയർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അതുപോലെ തന്നെ പാസ് ഇൻ സർവേയർ ആൻഡ് ലെവലിംഗ് എക്സ്പീരിയൻസ് ഇൻ മിലിറ്ററി സർവീസ് ഫോർ എ പീരീഡ് അവർക്കൊക്കെ ഇത് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല വേക്കൻസി 65 വേക്കൻസിയുള്ളൊരു പോസ്റ്റാണ്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവേയർ ഗ്രേഡ് 2 ഓവർസിയർ ഗ്രേഡ് 3 എല്ലാം കൊടുക്കുന്നുണ്ട്. അടുത്ത് വരുന്ന ഒരു പോസ്റ്റാണ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. അതും ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ആ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മുടെ 3rd ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ ട്രേസർ വിളിച്ചിട്ടുണ്ട്. പബ്ലിക് വർക്കിലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിപ്ലോമ ITA അതൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ്. നമ്മുടെ 2023 വന്ന കുറേ നോട്ടിഫിക്കേഷൻസ് ആണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നിങ്ങളിത് അപ്ലൈ ചെയ്യും. ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ പോയി അപ്ലൈ ചെയ്യൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എല്ലാം ഈ എക്സാംസിനെല്ലാം നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. മൺഡേ മുതൽ നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറൊക്കെ നമ്മൾ ബേസിക്സ് നമുക്കറിയാമല്ലോ, നമുക്ക് ഓരോ ട്രേഡ് എടുക്കുമ്പോൾ അതിൽ നിന്ന് എന്തായാലും വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എടുക്കുകയാണെങ്കിൽ മെഷീൻസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, ബേസിക്സ്. അപ്പോൾ അതൊക്കെ ഇലക്ട്രോണിക്സ് എടുക്കുകയാണെങ്കിൽ അതിലും ബേസിക്സ് ഉണ്ട്, പവർ ഇലക്ട്രോണിക്സ്, അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് നമ്മൾ ആദ്യം കവറപ്പ് ചെയ്ത് പോകുന്നത്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ സിലബസ്, നമ്മുടെ ITയുടെ സിലബസും കൂടെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത്. എല്ലാം തന്നെ നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. ഓക്കെ. മൺഡേ മുതൽ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.